ഹേയ് ഹലോ അസ്സലാമലൈക്കും. നോമ്പൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ട്? ഉഷാറന്നല്ലേ? എനിക്കും ഉഷാറാണ് കേട്ടോ. ചെറിയൊരു ക്ഷീണം ഇല്ലാതില്ല. അപ്പോൾ നമ്മളെ നോമ്പിൻ്റെ കടികളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് അടയാണ് ഉണ്ടാക്കുന്നത്, മുളകട കേട്ടോ. അപ്പോൾ അതിനേക്കുള്ള ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒതുക്കിയതാട്ടോ. അപ്പോൾ മസാല സെറ്റാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചു. അപ്പോൾ അരിഞ്ഞ് വെച്ചതൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റുന്നുണ്ടേ. അപ്പോൾ വഴറ്റി സെറ്റായി വരുമ്പോൾ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ലോണം വഴറ്റി സെറ്റാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒതുക്കി വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒതുക്കിയ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി നമ്മൾ മസാല ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ അടയ്ക്ക് വേണ്ടി സെറ്റാക്കിയ മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതെടുത്തിട്ട് നമുക്ക് അടേൻ്റെ പരിപാടി തുടങ്ങാം. അങ്ങനത്തെ ഞാനും ഉമ്മയും കൂടെ ഇരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുകടിയൊന്നും ഇല്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ലേ, ചെറുകടി തിന്നുമ്പോൾ വലിയ കടി അനങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അട സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറുകടിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അടയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടയ്ക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും കൂടെ ഒതുക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് ഒതുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വത്തക്കയ്ക്ക് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചായക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടയിലേക്ക് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ആവിയൊക്കെ കയറി നല്ല സെറ്റായി അട സെറ്റായി വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് വറവിടണം. അപ്പോൾ ഉള്ളി എണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ കളറിന് വെറുതെ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കിയതിലേക്ക് ഇനി നമുക്ക് അട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അട അങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് എന്നോട് അപ്പം തന്നെ പറയുന്നുണ്ട് കയ്യിലോണ്ട് ഇളക്കരുത് പൊട്ടിപ്പോകും. അപ്പോൾ ഉമ്മ തന്നെ ഇങ്ങനെ കൊട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊട്ടി അപ്പോഴത്തേക്കും നമ്മൾ ചായ തിളച്ചു പൊടിയിട്ടു. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു ജ്യൂസ് സെറ്റാക്കി കേട്ടോ. ഇത് 2 ഗ്ലാസും പിന്നെ കുറച്ച് ചെറുകടിയും തിന്നാൽ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. അവിടെ അങ്ങ് ഇരിക്കും. അതുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞു ചെറുകടി വേണ്ടാന്ന്. അപ്പോൾ ചെറുകടി അങ്ങ് ഒഴിവാക്കി. അപ്പോൾ നല്ല തേങ്ങ അരച്ച ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളകട സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ബാങ്ക് കൊടുക്കുക, നോമ്പ് തുറക്കുക, പിന്നെ നിസ്കാരം കാര്യങ്ങൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.